ഫിലിം ചേംബർ തെരഞ്ഞെടുപ്പിൽ നിന്ന് സജി നന്ദ്യാട്ട് പിന്മാറി. പ്രസിഡന്റ് എക്സിക്യൂട്ടീവ് സ്ഥാനങ്ങളിലേക്ക് നൽകിയ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിച്ചു. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം. അർജുൻ മട്ടന്നൂർ, വലിയ പോരാട്ടങ്ങൾക്കൊടുവിൽ മത്സരിക്കാനുള്ള സാഹചര്യം ഒരുങ്ങിയതാണ്. എന്തുകൊണ്ടാണ് സജി നന്ദ്യാട്ടിന്റെ പിന്മാറ്റം? സുജയ, എന്തായാലും ഇക്കാര്യത്തിൽ വിശദമായി പ്രതികരിക്കാൻ സജി നന്ദ്യാട്ട് തയ്യാറായില്ല. തിന്മയ്ക്ക് വേണ്ടി സത്യം വഴിമാറുന്നു എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ തന്നെ സാന്ദ്ര തോമസിനെ പിന്തുണച്ചതിന്റെ പേരിൽ നിർമ്മാതാക്കളുടെ സംഘടനയിലടക്കം അദ്ദേഹം വലിയ തോതിൽ എതിർപ്പ് നേരിട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഭിന്നതയും നിലനിന്നിരുന്നു. അതിന് പിന്നാലെയാണ് അദ്ദേഹം ഫിലിം ചേംബറിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചത്. ഇന്നലെ നടന്ന സൂക്ഷ്മ പരിശോധനയിൽ ഈ പത്രിക അംഗീകരിക്കുകയും ചെയ്തിരുന്നു. ഈ രണ്ട് പ്രധാനപ്പെട്ട പദവികളിലേക്കാണ് അദ്ദേഹം മത്സരിക്കുന്നത്. അത് പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒപ്പം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കും അദ്ദേഹം മത്സരിക്കുന്നുണ്ട്. ഈ 47 അംഗ ഭരണസമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഈ മാസം 27-നാണ് നടക്കുന്നത്. അദ്ദേഹത്തിന്റെ പത്രിക സ്വീകരിച്ചതുമാണ്. പക്ഷേ അദ്ദേഹം അപ്രതീക്ഷിതമായി ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുകയാണ് എന്ന് അറിയിക്കുകയായിരുന്നു. വിതരണക്കാരുടെയും നിർമ്മാതാക്കളുടെയും തിയേറ്റർ ഉടമകളുടെയും ഒരു കൂട്ടായ്മയാണ് ഈ ഫിലിം ചേംബർ. ആ ഫിലിം ചേംബറിലെ നിർണായക പോസ്റ്റിലേക്ക് അദ്ദേഹം മത്സരിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ നേരത്തെ പല പരാതികളും അതോടൊപ്പം തന്നെ ചില ആരോപണങ്ങളും ഒക്കെ തന്നെ സംഘടനക്കുള്ളിൽ നിന്ന് ഉയർന്നു വരികയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് കഴിഞ്ഞ ഭരണസമിതിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം സജി നന്ദ്യാട്ട് രാജിവെച്ചത്. അതിന് പിന്നാലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തീരുമാനിച്ചെങ്കിലും ആ പത്രിക അംഗീകരിച്ചെങ്കിൽ പോലും അദ്ദേഹം ഇപ്പോൾ മത്സരരംഗത്തില്ല എന്ന് അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി അനിൽ തോമസ് അതോടൊപ്പം തന്നെ ശശി അയ്യഞ്ചിറ എന്നിവരായിരിക്കും പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പോരാട്ടത്തിൽ ഉണ്ടാവുക.